മലപ്പുറം അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ അപകടമുണ്ടായതിൽ സംഘാടകർക്കെതിരെ കേസെടുത്ത് പോലീസ്. അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗിച്ചതിനും പടക്കം പൊട്ടിച്ചതിനുമാണ് കേസ്. ശിവദാസ് കൺമനം ചേർന്നുണ്ട്. ശിവദാസ്, ഇത്രയും അധികം ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് അനുമതി പോലുമില്ലാതെ പടക്കം പൊട്ടിച്ചു. ഒപ്പം 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രജനി, ഇന്നലെ വൈകിട്ട് 7:30യോടെയാണ് ഇത്തരത്തിൽ ഒരു മത്സരം അരീക്കോട് തെരട്ടമ്മലിൽ സംഘടിപ്പിച്ചത്. സെവൻസ് ഫുട്ബോൾ മത്സരമാണ് സംഘടിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഈ ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട്. അതിന്റെ ഇന്നലെ നടന്ന മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഒരു പടക്കം പൊട്ടിക്കൽ ഉണ്ടായത്. അതായത് വെടിമരുന്ന് പ്രയോഗം മത്സരത്തിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് വെടിമരുന്നിന്റെ ചില ഭാഗങ്ങൾ തെറിച്ചു വീഴുകയും അവിടെ വെച്ച് അത് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ 2-3 തവണ അത്തരത്തിൽ ആൾക്കൂട്ടത്തിന് ഇടയിൽ പോയി പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഏകദേശം 22ഓളം പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റിരുന്നു. പക്ഷേ ഇവരുടെ പരിക്ക് ഗുരുതരമായ പരിക്കുകളെല്ലാം ഈ 22 പേരെയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പിന്നീട് പ്രവേശിപ്പിച്ചു. അതിനുശേഷം അവരെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അരീക്കോട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ അനുമതിയില്ലാതെയാണ് ഇവിടെ പടക്കം പൊട്ടിച്ചത്. ഈ അനുമതിയില്ലാതെ പടക്കം പൊട്ടിച്ചതിനാണ് നിലവിൽ അരീക്കോട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കാരണം സംഘാടകർ ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന വിവരം സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ സമീപത്ത് തന്നെയാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അനുമതിയില്ലാതെ പടക്കം പൊട്ടിച്ച സംഭവത്തിൽ ഒരു കേസെടുത്തിട്ടുള്ളത്. നിരവധി ആളുകൾ പങ്കെടുത്ത ഒരു ഫുട്ബോൾ മത്സരം കൂടിയായിരുന്നു ഇത്. അതായത് കാണികൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഈ തിങ്ങി നിറഞ്ഞ കാണികൾ ഇരിക്കുന്ന ഈ ഭാഗത്തേക്കാണ് ഇത്തരത്തിൽ പടക്കം പൊട്ടി അതിന്റെ ഭാഗങ്ങൾ തെറിച്ചു വീണതും അപകടം ഉണ്ടായതും. എന്തായാലും നിലവിൽ ഈ സംഭവത്തിൽ അരീക്കോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഘാടകരെ വരും മണിക്കൂറുകളിൽ വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ശരി ശിവദാസ്.